വെൽക്കം ടു റിയൽ ടോക്സ്. ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ കയ്യിൽ കരുതേണ്ടത് അല്ലെങ്കിൽ വെരിഫൈ ചെയ്യേണ്ടത്? പലപ്പോഴും ലൈഫിൽ ഒരു തവണയൊക്കെ ആയിരിക്കും നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഡോക്യുമെൻറ്റ്സിനെ കുറിച്ചൊക്കെയുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഞാനതിനെക്കുറിച്ചൊന്ന് ലിസ്റ്റ് ചെയ്യാം. നമുക്ക് പ്രധാനമായും വേണ്ടത് ലേറ്റസ്റ്റ് ലാൻഡ് ടാക്സിൻ്റെ കോപ്പി, കരമടച്ച രസീത്, ടൈറ്റിൽ ഡീഡ് തീരാധാരത്തിൻ്റെ ഒറിജിനൽ ആൻഡ് കോപ്പി, പ്രയർ ഡീഡ്സ് മുന്നാധാരങ്ങളുടെ ഒറിജിനൽ ഉള്ളത് അതിൻ്റെ കോപ്പീസ്. ഇനി 2 സർട്ടിഫിക്കറ്റ്സ് അക്ഷയ സെൻറ്റർ വഴി അപ്ലൈ ചെയ്യാനുണ്ട്. പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെൻറ്റ് കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, 30 years ഓഫ് എൻകംബ്രൻസ് ബാധ്യതാ സർട്ടിഫിക്കറ്റ്. ഇത് രണ്ടും ലേറ്റസ്റ്റ് ലാൻഡ് ടാക്സിൻ്റെ കോപ്പിയും നമ്മുടെ ടൈറ്റിൽ ഡീഡിൻ്റെ കോപ്പിയുമായിട്ട് അക്ഷയ സെൻറ്ററിൽ ചെന്നാൽ അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ്. അടുത്ത 2 സർട്ടിഫിക്കറ്റ്സ് വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടാനുള്ളതാണ്. ROR സർട്ടിഫിക്കറ്റ്, റെക്കോർഡ് ഓഫ് റൈറ്റ്, തണ്ടപ്പേർ രജിസ്റ്റർ എന്ന് പറയും. പിന്നെ ലൊക്കേഷൻ സ്കെച്ച്, അതൊരു ഡ്രോയിങ് ആണ്. ഇത് രണ്ടും നമ്മളുടെ ലേറ്റസ്റ്റ് ലാൻഡ് ടാക്സിൻ്റെ കോപ്പിയും ടൈറ്റിൽ ഡീഡിൻ്റെ കോപ്പിയും കൊടുത്തു കഴിഞ്ഞാൽ വില്ലേജിൽ നിന്നും ലഭിക്കുന്നതാണ്. ഇനി ഈ പ്രോപ്പർട്ടിയിൽ ഒരു ബിൽഡിംഗ്, ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ, ഒരു വീട്, ഫ്ലാറ്റ്, വില്ല അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയാണ്, കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ് നിങ്ങൾ വിൽക്കുന്നത് അല്ലെങ്കിൽ വാങ്ങുന്നതെങ്കിൽ അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിൽഡിംഗ് ടാക്സ് അടച്ചതിൻ്റെ ഒറിജിനൽ ആൻഡ് കോപ്പി വേണ്ടതാണ്. ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് നോർമലി ബാങ്കുകളൊക്കെ ലീഗൽ വെരിഫിക്കേഷന് വേണ്ടി ചോദിക്കാറുള്ളത്. അപ്പോൾ ഇതൊക്കെ കരുതി വെക്കുന്നത് എപ്പോഴും നല്ലതാണ് ഒരു സെയിലിലേക്ക് വരുമ്പോഴത്തേക്കിന്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കാം. താങ്ക് യു.